கடமை ஓட்டு போடுறது. இது ஹெல்ப் பண்றோம். 90% ஓட்ட பதிவு பண்ணி நம்ம சோபா சேச்சிய தரங்களை ஜெயிக்க வைக்கணும். இனி வருகிற எம்எல்ஏ இவங்க வந்தாதான் உங்க எல்லாத்துக்கும் விடிவு. வேற யார் வந்தாலும் நம்ம மோடிஜியோட இது கொண்டு வர மாட்டாங்க. யாரும் பெண்கள் எல்லாம் சுதந்திரமா நடமாட முடியும். தயவு செஞ்சு எல்லாரும் ஓட்டு போடுங்க. பிஜேபிக்கு போட்டு யாரு ஏன் பிஜேபிக்கு போடணும்? மோடிஜி ஒரு மனுஷன் மட்டும்னாலதான் உலகத்துக்கே எடுத்துக்காட்டா இருக்க முடியுது. இப்ப உலகத்துல எங்க போனாலும் இந்தியன்ஸ் மரியாதை கொடுக்குறாங்க தெரியுமா? அப்ராட் அடிக்கடி போறவங்களுக்கு எல்லாருக்கும் தெரியும். முதல்ல இந்தியன்ஸ் அப்படி பாப்பாங்க. இப்போ ஆர் யூ ஃப்ரம் இந்தியா அப்படிங்கிறாங்க. யாரு காரணம்? ஒத்த மனுஷன் மோடிஜினால மட்டும்தான் நம்ம இந்தியாவை தலைநிமிர செய்ய முடியும். அவரால் மட்டும்தான் சாதாரண ஏழை மக்களோட வாழ்க்கை தரத்தை உயர்த்த முடியும். அவரால் மட்டும்தான் நம்ம இன்ஃப்ராஸ்ட்ரக்சர்ல இருந்து இன்னைக்கு ஏவுகணை வரைக்கும் எல்லாம் நடுங்கிட்டு இருக்கிறாங்க. அப்படியே சிவாஜி படத்துல வருதுல சும்மா அதிருது இல்லன்னு மோடிஜி எங்க போனாலும் அங்க அதிரும். அப்படியே பேச வாய்ப்பு கொடுத்ததுக்கு நன்றி கூறி இன்னைக்கு சேச்சி பேசுவாங்க. നമസ്തേ. കയ്യിലുള്ളത് കൊണ്ടാ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എനിക്ക് ശോഭിക്ക് കൊടുക്കാന്നുള്ളൊരു ആഗ്രഹം. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ കൂടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റൊരു സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താൻ വന്നതല്ല. ചില ആളുകളെ കാണുക, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാരോടും സഹോദരന്മാരോടും വോട്ട് ചോദിക്കുക, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുക, അതിനൊക്കെയായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ എല്ലാവരും രാവിലെ 10:30 മണിക്ക് കണ്ണാടി എത്തണം. എന്താണെന്നറിയുമോ? രാജ്യത്തിന്റെ കാർഷിക വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിയിലെ നമ്മുടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കാണാൻ, അവരുമായി സംസാരിക്കാൻ കണ്ണാടിയിലേക്ക് വരികയാണ്. 15 വർഷത്തിലധികം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. എല്ലാവർക്കും ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരു ലീഡറാണ് ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്തെ കർഷകന്മാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നമ്മുടെ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കർഷകരുടെ മുഖത്ത് നോക്കി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ അത് ഞങ്ങൾക്ക് വേണം. അങ്ങനെ വന്നാൽ അങ്ങയുടെ നബാർഡിലൂടെ, നാഫഡിലൂടെ ഈ കേരളത്തിലേക്ക് എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ കണക്ക് ഉൾപ്പെടെ നമുക്ക് പൊതുസമൂഹത്തോട് അത് ഞങ്ങൾ പറഞ്ഞുകൊള്ളാം. മാത്രമല്ല, നിങ്ങളുടെ ശോഭ വിജയിച്ച് MLA ആയി നിയമസഭയിൽ ചെന്നാൽ കാര്യങ്ങൾ വെടിപ്പായിട്ട് പറയാൻ ഒരാളെയും ഭയപ്പാടുള്ള ഒരാളുമല്ല ഞാൻ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല നമ്മൾ പോകുന്നത്. ആരാധനായിട്ടുള്ള, ലോകാരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് പാലക്കാടിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വലിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വികസനം കേരളത്തിലേക്ക് കിട്ടും. ആരാ ഗ്യാരണ്ടി? ശോഭയല്ല ഗ്യാരണ്ടി, മോദിയാണ് ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോദി ഗ്യാരണ്ടി അത് പാലക്കാടിലെ വിദ്യാർത്ഥികൾക്ക്, പാലക്കാടിന്റെ ആരോഗ്യ മേഖലയ്ക്ക്, പാലക്കാടിന്റെ കാർഷിക മേഖലയ്ക്ക്, പാലക്കാടിന്റെ ടെക്നോളജിക്ക്, പാലക്കാടിന്റെ സുവർണ കോറിഡോറിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ 700 കോടിയുടെ വികസന പദ്ധതി
100 ദിവസം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ട് എനിക്ക് സാധിക്കും. മോദിജി നമ്മൾ ജയിക്കുമ്പോൾ ഒരു വരവ് കൂടി പാലക്കാട്ടേക്ക് വരും എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനെല്ലാവരും കാത്തിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മകളായിട്ടോ ചെറിയ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ അമ്മയായിട്ടോ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാർ. നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് MLA ആയാൽ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പിരായിരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും മാത്തൂരിലും MLAക്ക് 3 ഓഫീസ് ഉണ്ടാകും. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു MLA 4 MLA ഓഫീസുകൾ തുറക്കുക. അത് ഈ പാലക്കാടിന്റെ മണ്ണിൽ നടക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ അംഗത്വം കൊടുക്കുന്നതിനായി ശോഭനച്ചവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ അവരെ ഇതിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ശ്രീധരൻ INS ലോറിംഗ് തൊഴിലാളി. ഇത് ഇങ്ങനെ തിരിഞ്ഞോളൂ. ഇത് വലിയൊരു പരിപാടിയിലെ മാധ്യമ പ്രവർത്തകർ വന്ന് നിൽക്കേണ്ട ഒരു വന്നിട്ടില്ല. നമുക്കൊരു പൊതുപരിപാടി ഒരു മിനിറ്റ്. സാമേട്ട സന്ദീപ് സന്ദീപ് ഇവിടെ നിൽക്കും. സന്ദീപ് അപ്പുക്കുട്ട ഇവിടെ ഇനി ഗംഭീരായിട്ട് ജോലി എല്ലാരും ഇവിടെ തന്നെ നിൽക്കട്ടെ. പ്രേംകുമാർ CPM. കുറച്ചുനേരം എല്ലാവരും എഴുതുന്ന ഷാള് കിടക്കട്ടേക്ക് പറയേണ്ടത് നിങ്ങളെ കുറിച്ച്. തന്നെ വിളിക്കേണ്ടത് മെയിൻ ആൾക്ക് വയലറ്റ്. പൂർവ്വരും ഭയങ്കര CPM ആൾക്കാരായിരുന്നു. അപ്പൊ ഞാൻ പറയാം, ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും എത്രയോ വർഷം ആ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ച സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരെ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുകയാണ്. നാളെ കണ്ണാടി പഞ്ചായത്തിൽ കർഷകരുടെ ഹൃദയവികാരമായിട്ടുള്ള നമ്മുടെ ചൗഹാൻജി വരികയാണ്. മധ്യപ്രദേശിന്റെ 15 വർഷക്കാലത്തിലധികം മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ അഗ്രികൾച്ചറിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുമിച്ച് ചേർന്ന് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ
വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു. പക്ഷെ അവർക്ക് വേറെയും തിരക്കിട്ട പരിപാടികൾ ഉള്ളതുകൊണ്ട് അവരാരും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഒരു 3.5-4 ലക്ഷം ആളുകൾ നമ്മുടെ ഈ ഫേസ്ബുക്കിലൂടെ തന്നെ ഇത് കാണും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്നതിനും ഈ പ്രസ്ഥാനത്തെ സ്വീകരിച്ചതിനും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ നാട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സഹോദരിയായിട്ട് നിങ്ങളുടെ ശോഭയോടൊപ്പം കൈകൾ ചേർത്ത് പിടിക്കണം എന്നും എന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വന്നതിന്, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നതിന് ഹൃദയപൂർവ്വം നന്ദി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA എന്നുള്ള രീതിയിലല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വന്ദേ മാതരം. ഒരു ഫോട്ടോ എടുക്കും.